ആത്മാക്കളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇരുളിന്റെ മറവിൽ പ്രേതങ്ങൾ പതിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലേക്ക് അവ പരകായ പ്രവേശം നടത്തുന്നു. കാണാനിരിക്കുന്നത് എന്റെ എനിക്ക് താല്പര്യമില്ല. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്നൊന്ന് തിരിച്ചു കൊണ്ടുപോ. ഞാൻ കാല് പിടിക്കും. നിങ്ങൾ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കുട്ടികളെ തേടി കണ്ടുപിടിച്ച് കണ്ടസ്റ്റന്റ് ആക്കിയിട്ടോ. ആ സ്പിരിറ്റിൽ എടുക്കൂ. എനിക്ക് ആ സ്പിരിറ്റ് ഇല്ല. I know you can't do this. I can't do this. I can't do this. I can't do this. ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. കോപ്പേർഡ് ബൈ എയ്സ് മണി. ഇരുളും നേരും മൂകവിജനതയിൽ അറിയാ വഴികളിലൂടെ ഇടരാതോടും ചുവടും താണ്ടി പകലിൻ വെട്ടും തേടി നിഴലുപോൽ ഒരു ഭീതിയാ ആരോ അതിജീവനം എന്നോ തുടരുന്നു തളരാതെ വിജയങ്ങൾ തേടിപ്പോകുന്നേ. മനസ്സിനെ പരസ്പരം നിറച്ചിടും Everybody run together, hold your breath and see each other. Close your eyes, just say, go slow. എന്റെ 10 കരുക്കളിൽ അമൃത, അരുന്ധതി, കാരോളിൻ, ശില്പ ഇവർ കൊട്ടാരത്തിനുള്ളിലുണ്ട്. ആരെയും പേടിപ്പിക്കുന്ന ഈ ഒരു പ്രേതഭവനത്തിലേക്ക് എന്റെ മറ്റൊരു കരു അങ്കിത. അങ്കിതയ്ക്ക് ടാസ്ക് തരുവാൻ പോവുകയാണ്. അങ്കിത പോകാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ഒരു ചരിത്ര പുസ്തകമാണത്. ഒരുപാട് രഹസ്യ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത കൊട്ടാരത്തിന്റെ ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു താളിയോല ഗ്രന്ഥം ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്കിതയുടെ ടാസ്ക് എന്തെന്നാൽ കൊട്ടാരത്തിൽ പോവുക, കൊട്ടാരത്തിൽ പോയി ഈ താളിയോല ഗ്രന്ഥം എവിടെയെന്ന് കണ്ടെത്തി പുറത്തു വരിക. റിമെമ്പർ വൺ തിങ്, അങ്കിത ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും, ചുറ്റും ആരും ഉണ്ടാവില്ല. എന്നാലും അങ്കിതയ്ക്ക് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. എന്തെങ്കിലും നിർബന്ധിതമായിട്ടുള്ള ഒരു ഘട്ടം വന്നാൽ എന്നെ വിളിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു. സോ ഡോണ്ട് പാനിക്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ.
റെഡി അല്ലേ? ബി കൂൾ. ഓക്കെ? Master, please respond, Master. ഇതെന്ത് സ്ഥലം ഇത്? ആരെയും പേടിപ്പിക്കുന്ന ഈ ഒരു പ്രേതഭവനത്തിലേക്ക് എന്റെ മറ്റൊരു പേര് റനീഷ. എന്താ ഇപ്പൊ ഇങ്ങനെയെന്നല്ലേ? ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള റനീഷ സീരിയലിലെ കണ്ണീർ നായികയായിട്ടായിരിക്കും. എന്നാൽ അതല്ല ശരിക്കുള്ള ഞാൻ. ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ധൈര്യത്തോടെ നേരിടുകയും കാര്യങ്ങളെല്ലാം ബോൾഡായി ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു പേടിയൊന്നുമില്ല. പ്രേതത്തിലോ ഭൂതത്തിലോ ഞാൻ വിശ്വസിക്കുന്നുമില്ല. എന്റെ കൺമുന്നിൽ കാണുന്നതിനെ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് കാണാം അല്ലേ? കയ്യിലിരിക്കുന്നത് റനീഷ പോകാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ചരിത്രം അടങ്ങിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൊട്ടാരത്തെക്കുറിച്ചും കൊട്ടാരത്തിലെ രാജാക്കന്മാരെ കുറിച്ചും രാജാക്കന്മാരുടെ ചെയ്തികളെ കുറിച്ചും അങ്ങനെ പലതും. സോ ഇതുമായി ബന്ധപ്പെട്ടാണ് റനീഷയ്ക്ക് ഇന്നത്തെ ടാസ്ക്. ഞാനൊരു കാര്യം പറയാം. അതായത് കൊട്ടാരത്തിലെ മഹാറാണി വിശേഷ ദിവസങ്ങളിൽ പതക്കം, അതുപോലെ തന്നെ പൂത്താലി, വൈഡൂര്യമാല, നവരത്നമാല, അങ്ങനെയുള്ള ആടയാഭരണങ്ങളും സ്വർണം കൊണ്ട് തുന്നിയ മുന്താണിയുള്ള പവിഴം പതിപ്പിച്ച മണിച്ചിരയും ഹിരണ്യാർദ്രയും ഒക്കെ അണിഞ്ഞ് മേൽമുണ്ട് കൊടുത്ത് വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടാണ് റനീഷയുടെ ടാസ്ക്. റനീഷ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുക. അവിടെ പ്രവേശിച്ചതിന് ശേഷം ഓരോ മുറിയും കയറി ഇറങ്ങി ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിയും അതുപോലെ തന്നെ മഹാറാണി ഉപയോഗിച്ചിരുന്ന മേൽമുണ്ടും
ഇത് രണ്ടും കണ്ടെത്തി ആഭരണപ്പെട്ടിയും മേൽമുണ്ടും അടുത്തുള്ള കണ്ണാടിയുള്ള മുറി ഏതാണോ അത് കണ്ടെത്തിയതിനു ശേഷം കണ്ണാടിക്ക് മുന്നിൽ പോയി ഇവയൊക്കെ ധരിച്ച് കൊട്ടാരത്തിന് പുറത്തു വരിക. ഓക്കെ? ഇന്നൊരാൾ കൂടി വന്നപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി കൊട്ടാരത്തിനുള്ളിലേക്ക് ഞാൻ കയറ്റിവിട്ടവരുടെ എണ്ണം 6. ഇതിൽ റനീഷ അല്ലാതെ ബാക്കി 5 പേരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അമൃത നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അമൃത പേടിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടാ? എന്നെയാണ് ആള് പൊട്ടാന്ന് വിളിച്ചത്. അത് അവൾ ആ ഒരു ടെൻഷനിൽ വിളിച്ചതാണ്. അത് വിട്ടേക്ക്. ഞാൻ വിട്ടു. ഇതേപോലെ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്സ് എങ്ങാണ്ട് പണ്ട് ഹോസ്റ്റലിൽ വെച്ച് പേടിപ്പിച്ച് ഇരുട്ടത്ത് നിന്ന് അങ്ങനെ ഒരു കുട്ടിയെ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ. ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ മാനസികാവസ്ഥ മാറിപ്പോവാം. വീടിനകത്ത് കയറിയ അരുന്ധതിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. എനിക്ക് വയറുവേദന എടുക്കുന്നു, നടുവേദന എടുക്കുന്നു. ഈ വെയിറ്റ് എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല. ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ പ്ലീസ് 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 പ്ലീസ്. അമ്മ ഈ പറ്റണില്ല, സത്യമായിട്ട് പറ്റണില്ല. എനിക്ക് പറ്റൂല. അരുന്ധതി നടുവേദനയാണെങ്കിൽ ഇരിക്കാൻ പറ്റണില്ല, സത്യമായിട്ട് പറ്റണില്ല. ഒന്നിനും ഇത്ര നേരം സർവൈവ് ചെയ്തില്ല. യു കാൻ ഡു ദിസ്. ഇല്ല, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോലെ പ്ലീസ്. അതിനകത്ത് പറ്റുന്ന മാനസികാവസ്ഥയിലല്ല, ട്രൈ ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല. പ്ലീസ് പ്ലീസ്, പറ്റണില്ല. ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറയുന്നു. ഏത് സമയത്തൊന്നും തോന്നി എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്ന്. പ്ലീസ്. ഈ കുട്ടിക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വല്ല പല്ലിയോ പച്ചനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയത്. ഇതെന്തോ ഇത്? തിരിച്ചു കൊണ്ടുപോ. എനിക്ക് ധൈര്യമില്ല, സത്യമായിട്ട് ധൈര്യമില്ല. എന്നെ തിരിച്ചു കൊണ്ടുപോ. ജീസസിനെ വിളിച്ച് കരോളിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും? ജീസസ് ജീസസ്. നമുക്ക് ഡയറക്ഷൻ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ
ജീസസ് ജീസസ് ജീസസ്. മരണമുനമ്പിലാണ് ശില്പ.